നമസ്കാരം പ്രിയപ്പെട്ടവരെ. എന്നത്തെയും പോലെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥ ആരംഭിക്കാം. ഞാൻ സനൽ. വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലാത്ത ഒരു കൊച്ചു കുടുംബത്തിലെ മൂത്ത ആൺതരി. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും 2 ആൺമക്കളാണ്. അനിയൻ +2 പഠിക്കുന്നു. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിനാണ് പഠിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും ടൗണിൽ ചെറിയൊരു പച്ചക്കറി കടയുണ്ട്. കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാനും കൂടി കടയിൽ പോയി അച്ഛനെയും അമ്മയെയും സഹായിക്കും. എനിക്ക് കോളേജിൽ സുമേഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. നേരത്തെ അവനും അവന്റെ അച്ഛനും അമ്മയും എല്ലാം ഗൾഫിലായിരുന്നു. ഇപ്പോൾ കുറച്ചു നാൾ കൊണ്ട് നാട്ടിലുണ്ട്. ഒരു ദിവസം സുമേഷ് എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛനും എന്റെ അച്ഛനും ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. പഠിത്തമെല്ലാം കഴിഞ്ഞ് അച്ഛനങ്ങ് ഗൾഫിലേക്ക് പറന്നു. ഇപ്പോഴും എന്റെ അച്ഛൻ നിന്റെ അച്ഛനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നെന്നും മറ്റും. ഞാൻ ചിരിച്ചു. അങ്ങനെ അവനെ വിളിച്ചോണ്ട് പോകാൻ അവന്റെ ഒരു ബന്ധു ബൈക്കുമായിട്ട് വന്നു. അവൻ അയാളെ പറഞ്ഞു വിട്ടിട്ട് എന്റെ കൂടെ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അരമണിക്കൂർ നടന്നപ്പോഴേക്കും സുമേഷിന്റെ വീടെത്തി. വീടല്ലത്, ഒരു മണിമാളിക എന്ന് വേണം പറയാൻ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ വീടെന്ന് പറയാം. അവിടെ ചെന്നപ്പോൾ അവൻ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആദ്യമൊന്നും ഞാൻ പോയില്ല. പിന്നെ അവൻ നിർബന്ധിച്ച് എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവന്റെ മാതാപിതാക്കളും പിന്നെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. വീട്ടിലെ വിശേഷങ്ങളും അച്ഛന്റെ കാര്യവുമെല്ലാം അവന്റെ അച്ഛൻ എന്നോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. എന്നിട്ട് ഞാൻ യാത്ര പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഡ്രസ്സെല്ലാം മാറി നേരെ അച്ഛന്റെ കടയിലേക്ക് പോയി. അവിടെ ചെന്ന് അച്ഛനോട് സുമേഷിന്റെ അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് കേട്ട അച്ഛനും അമ്മയ്ക്കും എല്ലാം സന്തോഷമായി. അതിനെല്ലാം ശേഷം മിക്കവാറും സുമേഷിന്റെ അച്ഛൻ ഞങ്ങളുടെ കടയിൽ വന്നിരുന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചിരിക്കും. അങ്ങനെ ഞങ്ങളുടെ വീടും സുമേഷിന്റെ വീടുമായി നല്ലപോലെ അടുത്തു. ഞാൻ ഇന്നും കോളേജിൽ നിന്ന് വരുമ്പോൾ അവനുമായി അവരുടെ വീട്ടിൽ കയറി ആഹാരമൊക്കെ കഴിച്ച ശേഷമേ എന്റെ വീട്ടിലേക്ക് പോകൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ അവന്റെ വീട്ടിലിരിക്കുമ്പോൾ സുമേഷിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, നാളെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചിരിച്ചു. അതിനെന്താ അങ്കിൾ, വരാമല്ലോ. വൈകിട്ട് കടയിൽ ചെന്നപ്പോൾ ഈ വിവരം ഞാൻ അച്ഛനോട് പറഞ്ഞു. അതല്ലച്ചാ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ഒരു ചെറിയ വീടല്ലേ. നീ പോടാ, അവർക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം ഒരു ഉച്ചയായപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ആഹാരമെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി വീടിന്റെ പുറകുവശത്തുള്ള കുളത്തിന്റെ കരയിലിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചു. അപ്പോൾ സുമേഷിന്റെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ നാളെ തന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോകും. പിന്നെ നീയും സുമേഷും നല്ല ഫ്രണ്ട്സ് ആണെന്നറിയാം. എന്നാലും രണ്ടുപേരും സന്തോഷത്തോടെ എന്നും ഇരിക്കണം. സുമേഷിന്റെ അച്ഛൻ പറഞ്ഞു. ഞാൻ ചിരിച്ചു. രണ്ടുപേരും ഒരേ പ്രായമല്ലേ, ഒരു കാര്യം ചെയ്യേ, രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി ലൈസൻസ് അങ്ങിട്. അങ്ങനെ സുമേഷിന്റെ അച്ഛനും അമ്മയുമെല്ലാം തിരിച്ചുപോയി. ഞങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. ഞങ്ങൾ പിറ്റേന്ന് തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. അവന് പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടി. കാരണം അവന് നേരത്തെ 4 വീലർ ഓടിക്കാൻ അറിയാമായിരുന്നു. എനിക്കാണെങ്കിൽ 2 വീലർ പോലും ഓടിക്കാൻ അറിയില്ലായിരുന്നു. കുറച്ചു വൈകിയാണെങ്കിലും ഞാനും ലൈസൻസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവന്റെ അച്ഛന്റെ കാറും എടുത്ത് പുറത്തൊക്കെ പോകും. ഒരിക്കൽ രാത്രിയിൽ കാറിൽ കറങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. കേസ് കെട്ടാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. അവൻ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, എവളെ പൊക്കിയാലോ, പോടാ അവിടുന്ന്, ഞാൻ പറഞ്ഞു. അങ്ങനെ അവനെ നിർബന്ധിച്ച് അതിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിച്ചു. എന്തിനാടാ ഇതൊക്കെ, നിന്റെ വീട്ടിലൊരു വേലക്കാരി ഉണ്ടല്ലോ, അതുപോരെ, ഞാൻ ചോദിച്ചു. നീയും മോശമൊന്നും അല്ല. നീ എന്റെ വീട്ടിൽ വന്നാൽ അവളെ കണ്ണുകൊണ്ട് ഒഴിയുന്നത് ഞാൻ കാണാറുണ്ട്. പോടാ അവിടുന്ന്, ഞാൻ ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അകത്ത് വേലക്കാരിയുണ്ട്. മായ എന്നാണ് അവളുടെ പേര്. അവൾ താഴത്തെ മുറിയിലാണ്. ഞാനും അവനും കൂടി നേരെ മുകളിലത്തെ അവന്റെ മുറിയിലേക്ക് പോയി. ഞങ്ങൾ മുറിയിൽ ടിവിയും കണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് താഴെ നിന്നും ഒരു ശബ്ദം. സുമേഷ് വന്നോ? മായ താഴെ നിന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു. ആ വന്നു ചേച്ചി, സുമേഷ് വിളിച്ചു പറഞ്ഞു. ഫുഡ് എടുക്കട്ടെ? ഓ ഇപ്പൊ വേണ്ട ചേച്ചി, ചേച്ചി പൊയ്ക്കോ, സുമേഷ് പറഞ്ഞു. ഫുഡ് ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചേക്കാം, മായ വിളിച്ചു പറഞ്ഞു. ഓക്കെ ചേച്ചി. എടാ, ഞാനൊന്ന് താഴേക്ക് പോയിട്ട് വരാം. സുമേഷ് അത് പറഞ്ഞിട്ട് താഴേക്ക് പോയി. ഞാൻ ഓർത്തു,
ഇവർ ചിലപ്പോൾ കടയിൽ വരാറുണ്ട്. വരുമ്പോഴൊക്കെ ഞാൻ ഇവരെ നോക്കാറുമുണ്ട്. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. എടുത്തു പിടിച്ചു നിൽക്കുന്ന പോലെയുള്ള ആ മുന്നഴകും പിന്നഴകും ആരായാലും ഒന്ന് നോക്കും. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ താഴേക്ക് പോയ സുമേഷ് ചിരിച്ചുകൊണ്ട് കയറി വന്നു. എന്താടാ ചിരിക്കുന്നത്? കാര്യം സക്സസ് ആയോ? ഞാൻ അവനോട് ചോദിച്ചു. വന്നപാടെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ എനിക്ക് ലോട്ടറി അടിച്ചു. എന്തോന്ന് ലോട്ടറി? എടാ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവൾ എന്നോട് എന്താണെന്ന് ചോദിച്ചു. ഞാനൊന്ന് ചിരിച്ചിട്ട് പേടിച്ച് എന്റെ കാര്യം മായയോട് പറഞ്ഞു. എന്നിട്ടെന്താ? അവളൊന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ പറഞ്ഞു, ഇപ്പോൾ മുറിയിലേക്ക് വരാമെന്ന്. സത്യമാണോ നീ പറയുന്നത്? ഞാൻ അത്ഭുതത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാടാ. പിന്നെന്തുവാന്ന് ദൈവത്തിനറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ നടന്നു വരുന്ന ശബ്ദം കേട്ടത്. ഞാൻ അലമാരയുടെ പുറകിലോട്ട് മാറി നിന്നു. അവൾ അകത്തേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, സുമേഷേ, നീ ആള് കൊള്ളാമല്ലോടാ. അവൾ പറഞ്ഞു, അത് പിന്നെ ചേച്ചിയെ കണ്ട അന്നു മുതൽ എന്തോ എനിക്കൊരു അട്രാക്ഷൻ. പക്ഷേ അന്ന് വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതുകൊണ്ടാ ഒന്നും ചോദിക്കാഞ്ഞത്. സുമേഷ് പറഞ്ഞു. ആണോ? മിടുക്കൻ. മാത്രമല്ല ചേച്ചി ആര് കണ്ടാലും ഒന്ന് മോഹിക്കും. അത്രയ്ക്ക് സൂപ്പറാ ചേച്ചിയെ കാണാൻ. അത് കേട്ടപ്പോൾ മായയ്ക്കൊരു നാണമൊക്കെ വന്നു. നാണിച്ച് ചിരിച്ചുകൊണ്ട് അവൾ അങ്ങനെ നിന്നു. ഇങ്ങനെ നിന്നാൽ മതിയോ? സുമേഷ് പെട്ടെന്ന് കയറി ചോദിച്ചു. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? അവൾ തല ഉയർത്തിക്കൊണ്ട് സുമേഷിനോട് പറഞ്ഞു. പിന്നെ അവിടെ എന്തെല്ലാമൊക്കെയോ നടന്നു. അതെല്ലാം ഒരു കള്ളനെ പോലെ അലമാരയുടെ പുറകിൽ നിന്ന് എനിക്ക് കാണേണ്ടി വന്നു. അങ്ങനെ ആ ഇരച്ചു പെയ്ത മഴ തോർന്നപ്പോൾ അവൾ അവിടെ നിന്നും പോയി. ഞാൻ അലമാരയുടെ പുറകിൽ നിന്നും പതുക്കെ ഇറങ്ങി. സുമേഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്? ഹോ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു മോനെ. നീ ഞാൻ വിചാരിച്ചതുപോലെയല്ല. പക്ഷേ നിനക്കും കൂടി വരാമായിരുന്നില്ലേ? സുമേഷ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓടാ അവിടുന്ന്. ഇനി ഞാൻ വന്നിട്ട് വേണം നിന്റെ ഉള്ള കഞ്ഞിയിൽ കൂടി പാറ്റ വീഴാൻ. ഓ, അതൊന്നും കുഴപ്പമില്ലായിരുന്നു. എന്തായാലും നിന്റെ ഭാഗ്യവാ. ഇനിയിപ്പോൾ നിനക്കിവിടെ ആരുമില്ലല്ലോ. പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ. ഭാഗ്യവാനേ, നിന്റെയൊക്കെ സമയം. അല്ലാതെന്താടാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നിറങ്ങി. എന്റെ മനസ്സിലാണെങ്കിൽ അവിടെ നടന്ന കാഴ്ചകൾ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേന്നും ഞാൻ അവന്റെ വീട്ടിൽ പോയി. അപ്പോഴൊക്കെ വേലക്കാരി മായ ഒന്നും അറിയാത്ത പോലെയാണ് നിൽക്കുന്നത്. അവനാണെങ്കിൽ എന്നും കലാപരിപാടി തന്നെ. അതെന്നും എന്റെ അടുത്ത് വന്ന് വാതോരാതെ പറയും. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഞാനൊരു ദിവസം അച്ഛന്റെ കടയിൽ നിൽക്കുമ്പോൾ മായ അവിടേക്ക് വന്നു. കടയിൽ വന്ന് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചുകൊണ്ടുപോയി. കടയിൽ 500 നോട്ടാണ് കൊടുത്തത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സുമേഷ് കൊടുത്ത കാശാണെന്ന്. രാത്രി ഏകദേശം ഒരു 9 മണിയായി കാണും. അച്ഛനും അമ്മയും വീട്ടിൽ പോകാനായി ഇറങ്ങി. ഞാൻ കുറച്ചു നേരം കൂടി കടയിൽ ഇരുന്നിട്ടേ കടയും പൂട്ടി ഞാൻ വീട്ടിലേക്ക് പോകൂ. അങ്ങനെ കടയിലിരിക്കുമ്പോഴാണ് ഒരു ടോർച്ചിന്റെ വെട്ടം ദൂരെ കണ്ടത്. എന്തെങ്കിലും സാധനം മേടിക്കാൻ ആരെങ്കിലും കടയിലേക്ക് വരുന്നതായിരിക്കും ഞാൻ ഓർത്തു. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് മായച്ചേച്ചി ആയിരിക്കും ആണെന്ന്. എന്താ ചേച്ചി? ഞാൻ ചോദിച്ചു. അത് 1 കിലോ ഉഴുന്ന് വേണം. നേരത്തെ വന്നപ്പോൾ മേടിക്കാൻ അങ്ങ് മറന്നുപോയി. ഇനി അത് കൊണ്ടുപോയി വെള്ളത്തിലിട്ട് അരച്ചു വെക്കണം രാവിലത്തെ കാപ്പിക്ക്. ഞാൻ ഉഴുന്നു തൂക്കാനായി പേപ്പർ എടുത്തു. എന്റെ നെഞ്ചു കിടന്ന് പടപടാന്നിടിക്കുകയായിരുന്നു. ആരും അവിടെങ്ങും ഇല്ല. ഞാനും മായച്ചേച്ചിയും മാത്രം. പഴയ പല ചിന്തകളും എന്റെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു. നേരിട്ടങ്ങ് മുട്ടി നോക്കിയാലോ? ഞാൻ ഉഴുന്നു തൂക്കുന്നതിനിടയിലും ഒളികണ്ണിട്ട് ചേച്ചിയെ നോക്കുന്നുണ്ടായിരുന്നു. ഏത് പുരുഷനെയും ത്രസിപ്പിക്കുന്ന ആ മുന്നഴക് എന്റെ സകല നിയന്ത്രണവും വിട്ടു. ഒടുവിൽ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചേച്ചിയോട് കാര്യം പറഞ്ഞു. ചേച്ചി ഒന്നും മിണ്ടിയില്ല. അക്ഷമയായി എന്നെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. പണി പാളിയോ? ഞാൻ ഓർത്തു. അവസാനം പൈസയും തന്ന് ഉഴുന്നും മേടിച്ച് ചേച്ചി പോകാനായി ഇറങ്ങി. ഞാൻ ആകെ ചമ്മിയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കടയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയ ചേച്ചി തിരിഞ്ഞു നിന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്, അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ കടയടച്ചേച്ച് പോകുമ്പോൾ അതിലേ പോരെ. അതും പറഞ്ഞ് ചേച്ചി മുന്നോട്ട് നടന്നു. ഞാനാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം പറക്കി വെച്ച് ഷട്ടർ വിട്ട് കടയും പൂട്ടി മായച്ചേച്ചിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു.